ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇസ്റ്റു തയ്യാറാക്കിയാലോ ഇന്ന്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇതേ ഒരു ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി വഴറ്റി എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വരുന്ന സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് ഞാനൊരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഉടച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ഞാൻ പുഴുങ്ങുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കറിയിൽ ഉപ്പ് വേറെ ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരമുറി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണത് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. ഒരു ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കട്ടെ.